ഫോട്ടോകൾ അയക്കുന്നില്ലേ? ഞാൻ ക്യാമറ എടുക്കാൻ മറന്നു. എടുത്തില്ലല്ലോ. ഇല്ലോ ഇറങ്ങണേ, സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ഈ പെട്ടികളൊക്കെ എങ്ങനെ ഇറക്കും? ഞാൻ കയറാൻ പറഞ്ഞു. നീ കയറും. നീ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. എന്ത് പറ്റിക്കത്? ആരോ എന്റെ കൈ ചവിട്ടി. ചവിട്ടിയോ? അതാരാ? ഞാനൊന്ന് നോക്കട്ടെ. എന്താടേ വണ്ടിയുടെ മോളിലൊരാൾ സപ്പ് നടക്കുന്നു? വണ്ടിയുടെ മോളിൽ ഒരാൾ സത്ത് നടക്കുന്നു. ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? മാരനിക്ക് തോന്നിയതല്ലേ? ഇവിടെ ഒരു ഈച്ച പോലും ഇല്ല. നല്ല തണുപ്പുണ്ടല്ലേ? ഡിസംബർ മാസത്തിൽ സിമിലയിൽ പോണം. മലകളെല്ലാം മഞ്ഞു മൂടി കിടക്കും. തണുത്ത് ഉറച്ചു പോകും. നീ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. എന്റെ ചേച്ചിയും ചേട്ടനും സിമിലയിലാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അടുത്ത എക്സ്കർഷൻ നമുക്ക് സിമിലയിലാക്കി കളയാം. എത്ര പേര് കാണാൻ പോകാൻ? ഞാൻ വരാം. ഞാനും വരാം. എന്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തിലാണ് നിന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത്. അത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ എന്നെ ചതിക്കാനാണ് ഭാവമെങ്കിൽ തുറന്നു പറയണം. എന്തിനാ ഓടിപ്പോയത്? എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ അടച്ചുപൂട്ടിയിടാനായിരുന്നു. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. എന്നെ വിശ്വാസമില്ലാത്തവരെ എനിക്കും വിശ്വാസമില്ല. ഓഹോ, അതായിരുന്നോ കാര്യം? ഇനിമേലിൽ അതുണ്ടാവില്ല. ഇന്നു മുതൽ വിക്രമൻ ഇവിടെ പൂർണ്ണ സ്വതന്ത്രനായിരിക്കും. എന്താ, സന്തോഷമായില്ലേ? സന്തോഷമൊന്നും ആയില്ല, എന്നാലും നോക്കട്ടെ. പോയി കാപ്പി കുടിക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ SMG കോളേജിൽ നിന്ന് വന്ന എക്സ്കർഷൻ പാർട്ടിയാണ്. What can I do for you? വൈകിട്ട് ഞങ്ങളൊരു ക്യാമ്പ് ഫയർ നടത്തുന്നുണ്ട്. മോണോ ആക്ടും ഡാൻസും ഒക്കെ ഉണ്ട്. വെരി ഗുഡ്. സാർ ഇവിടെ ഉണ്ടെന്ന് ഗസ്റ്റ് ഹൗസ് വെച്ച് അറിഞ്ഞു. ഇന്നത്തെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് സാറിന് ക്ഷണിക്കാൻ വന്നതാ. സാറ് വരണം. വരാമല്ലോ. വത്സല ഇവിടെ? എന്റെ അങ്കിളാ. വത്സല ഇവരെ അറിയുമോ? കഴിഞ്ഞ വർഷത്തെ എന്റെ കോളേജ് മേറ്റ്സ് ഇവരൊക്കെ. അത് ശരി. ഇവര് ക്യാമ്പ് ഫയറിന് ക്ഷണിക്കാൻ വന്നതാ. നമുക്ക് പൊക്കളയാം. എന്താ? പോകാം. വത്സലെ, ഞങ്ങളുടെ കൂടെ നീയും ഇന്നത്തെ ഡാൻസ് പങ്കെടുക്കണം. അയ്യോ, ഞാനോ? വത്സല കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിന് 1ാം സമ്മാനം നേടിയതാ. ഇന്നത്തെ പ്രോഗ്രാമിന് ഞങ്ങളോട് സഹായിക്കാൻ പറയണം സാർ. നിന്റെ നൃത്തം എനിക്ക് ഒന്ന് കാണണം. പ്ലീസ് അക്സെപ്റ്റ് ദ റിക്വസ്റ്റ്. ശരി അങ്കിൾ. വത്സല നേരത്തെ വരുമോ? ഞാൻ 5 മണിക്ക് വരാം. പ്രിൻസിപ്പൽ വന്നിട്ടില്ലേ? അദ്ദേഹവും മിസ്സസും കൂടി സന്ധ്യയ്ക്ക് മുമ്പ് വരും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ഓക്കെ. അങ്കിൾ, നമുക്ക് വിക്രമേട്ടനെ കൂടി കൊണ്ടുപോവാം. അവൻ അവിടെയും വല്ല കുഴപ്പവും കാണിച്ച മോശമല്ലേ മോളെ? കലാപരിപാടികളായതുകൊണ്ട് വെറുതെ ഇരുന്ന് കണ്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ കൊണ്ടുവന്നേക്കാം.
തുള്ളിപ്പാടും ഞങ്ങൾ പ്രേമഗീതകം. താളം തുള്ളിപ്പാടും ഞങ്ങൾ പ്രേമഗീതകം. സരളമൃദുലം സരസവിലയം മധുരതരമായി താളം തുള്ളിപ്പാടും ഞങ്ങൾ പ്രേമഗീതകം. താളം തുള്ളിപ്പാടും ഞങ്ങൾ പ്രേമഗീതകം. മാരന്റെ തോണിയിലെ പാട്ടുകാരെ, മധുമാസ ഗായകന്റെ കൂട്ടുകാരെ. മാരന്റെ തോണിയിലെ പാട്ടുകാരെ, മധുമാസ ഗായകന്റെ കൂട്ടുകാരെ. ആടാമോ ഒന്ന് പാടാമോ? ആയിരം കണ്ണെറിഞ്ഞായിരം പൂവെറിഞ്ഞനുരാഗ പന്തലിൽ കൂടാമോ? ആയിരം കണ്ണെറിഞ്ഞായിരം പൂവെറിഞ്ഞനുരാഗ പന്തലിൽ കൂടാമോ? കുയിലാളെ തേൻമൊഴിയാളെ, കുമ്മിയടിക്കാം കൂത്തിനു പോകാം, കുമ്മാട്ടിക്കളി കാണാം. മാരന്റെ കൂട്ടിനു പോരാമോ? നെഞ്ചിലെ കൂട്ടിലിരിക്കാമോ? നെഞ്ചിലെ കൂട്ടിലിരിക്കാമോ? ശൃംഗാരപ്പൂവനിയിൽ താലവുമേന്തി ഗന്ധർവ വീണകളായി വന്നവർ ഞങ്ങൾ. ശൃംഗാരപ്പൂവനിയിൽ താലവുമേന്തി ഗന്ധർവ വീണകളായി വന്നവർ ഞങ്ങൾ. ശ്രുതി നീട്ടിപ്പാടൂ സ്വരലഹരി തേടൂ, ശ്രുതി നീട്ടിപ്പാടൂ സ്വരലഹരി തേടൂ. സ്വപ്നങ്ങൾ വിളക്കുവയ്ക്കും സ്വർണ്ണമണിത്തേരിൽ മധുപുഷ്പഹാരവുമായി നിൽക്കുന്നു നമ്മൾ. സ്വപ്നങ്ങൾ വിളക്കുവയ്ക്കും സ്വർണ്ണമണിത്തേരിൽ മധുപുഷ്പഹാരവുമായി നിൽക്കുന്നു നമ്മൾ. തളിരിൽ തളിരായി തേനിൽ തേനായി കുളിരായി ഈണം പാടി നാദം തേടി നാണം ചൂടി പൂക്കുന്നു നമ്മൾ. സ്വപ്നങ്ങൾ വിളക്കുവയ്ക്കും സ്വർണ്ണമണിത്തേരിൽ മധുപുഷ്പഹാരവുമായി നിൽക്കുന്നു നമ്മൾ. നീ ഒരു മനുഷ്യനായിരിക്കും ഞാൻ കരുതിയത്. ബട്ട് യു ആർ എ ബാസ്റ്റർഡ്. സാധാരണ കൊലപ്പുള്ളികൾ വിശ്വസ്തരായിരിക്കും. അങ്ങോട്ട് വിശ്വസിച്ചാൽ ഇങ്ങോട്ടും വിശ്വസിക്കും. പക്ഷെ നീ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയെന്നറിയാമോ? എന്റെ തന്തയുടെ കുറ്റം കൊണ്ടായിരിക്കും. ഏത് എരപ്പാളിക്ക് ജനിച്ചു പോയന് എന്നെ കുറ്റം പറയാൻ പറ്റൂ? കുറ്റം നിന്റെ തന്നെയാണ്. നിനക്ക് സ്നേഹം എന്തെന്നറിയില്ല. അങ്ങോട്ട് സ്നേഹിക്കുന്നവനെ ഇങ്ങോട്ടും സ്നേഹിക്കണം. അങ്ങനെയുള്ളവർ ഒരിക്കലും വഞ്ചിക്കില്ല. അവനാണ് മനുഷ്യൻ. പക്ഷെ നീ മൃഗമാണ്. ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട മൃഗം. എനിക്ക് മതിയായി. നിന്നിലുള്ള പ്രതീക്ഷ തീർന്നിരിക്കുന്നു. നാളെ രാവിലെ തന്നെ നിന്നെ ഞാൻ ജയിലിൽ കൊണ്ടുപോയി വിടാൻ പോവാണ്.
വിക്രമേട്ടനെ ജയിലിൽ കൊണ്ടുവന്ന് വിടാൻ പോവാണോ? അങ്കിൾ കാര്യമായിട്ടെന്നെ പറഞ്ഞതാണോ? അല്ലാതെ നിവൃത്തിയില്ല മോളെ. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസ്തനായ ഒരുത്തനെ കൊണ്ടല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടാനും പോകുന്നില്ല. അവനെ ജയിലിൽ തന്നെ കൊണ്ടുപോയി വിട്ടേക്കാം. അങ്കിൾ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല മോളെ. പക്ഷേ എന്റെ മനസ്സ് അങ്ങനെയല്ല പറയുന്നത്. ശ്രമിച്ചാൽ ശരി, ശ്രമിച്ചു നോക്ക്. ജയിച്ചാൽ നമ്മുടെ എല്ലാം ഭാഗ്യം. തോറ്റാൽ തോൽക്കില്ല അങ്കിൾ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വെരി ഗുഡ്, ഗോ അഹെഡ്. ക്ഷമിക്കണം, വാച്ച്മാൻ ആണെന്ന് കരുതിയത്. സാരമില്ല. വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ വേറെ പാരം കൊണ്ടുവരട്ടെ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്തെങ്കിലും പറയൂ. വിക്രമേട്ടൻ പറയൂ. എന്നെ വിക്രമേട്ടാന്ന് വിളിക്കാൻ വിഷമം തോന്നില്ലേ? എന്തിന്? ഞാനൊരു കൊലപ്പുള്ളിയല്ലേ? അതുകൊണ്ട് എനിക്കെന്താ? എന്നോട് വെറുപ്പ് തോന്നില്ലേ? വെറുപ്പോ? സ്നേഹം മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ? ഈശ്വരൻ തോന്നിച്ചതായിരിക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. വഴക്കുണ്ടാക്കോ? എന്തിന്? ദൈവം തോന്നിച്ചായിരിക്കും അല്ലേ? എന്തോന്ന്? സ്നേഹം. വിക്രമേട്ടന് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? നേരാണോ വിക്രമേട്ട? അതെ. ഇനി ഞാൻ ഒരിക്കലും ഒളിച്ചോടി പോവില്ല. തീർച്ച? തീർച്ച. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയതെന്ന് ഒന്ന് പറയൂ. പറയാം, ഇപ്പൊ തന്നെ പറയാം. അതുപോലെ തന്നെ എന്നെ മുറിയിൽ ഇനി അടച്ചിടരുതെന്ന് ഒന്ന് പറയണം. രണ്ടും ഞാൻ ഏൽക്കുന്നു. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ട് വരാം. അങ്ങനെ അവസാനം മോള് ജയിച്ചിരിക്കുന്നു അല്ലേ? അതെ അങ്കിൾ, ഇനി ഒരിക്കലും വിക്രമേട്ടൻ ഒളിച്ചോടില്ല. ഉറപ്പാണല്ലോ? നല്ല ഉറപ്പാണ്. എനിക്ക് അത്ഭുതമില്ല. കഴിവും തന്റെ ഇടവുമുള്ള പെൺകുട്ടികൾ വിചാരിച്ചാൽ നടക്കാത്തത് വളരെ കുറച്ചേ ഉള്ളൂ. അങ്കിൾ, ഇനി വിക്രമേട്ടനെ മുറിയിൽ അടച്ചിടരുത്. എല്ലാം മൂക്ക് വിട്ടു തന്നിരിക്കുന്നു. ഒരു കാര്യം, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മാത്രം മറക്കാതിരിക്കുക. ഇല്ല അങ്കിൾ, അതൊരിക്കലും ഞാൻ മറക്കില്ല. ഗുഡ്, വെരി ഗുഡ്. വിഷ് യു ഗുഡ് ലക്ക്.
കാര്യം ചോദിച്ചാൽ നേര് പറയൂ. ഞാൻ നുണ പറയാറില്ല. ഒരു കൊലക്കേസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, സത്യത്തിൽ വിക്രമേട്ടൻ കൊന്നതാണോ? അതെ, രണ്ടുപേരെ കൊന്നു. പാറ പൊട്ടിക്കുന്ന ചുറ്റി കൊണ്ട് അടിച്ചാണ് കൊന്നത്. വിക്രമേട്ടനെ കണ്ടാൽ ഒരിക്കലും ഒരു കൊലപാതകയാണെന്ന് തോന്നില്ല. പക്ഷേ കോടതിക്ക് തോന്നി എനിക്ക് ശിക്ഷയും കിട്ടി. അതുപോലെ എന്തായിരുന്നു കാര്യം? കാര്യമോ? അത് ഞാൻ പറയണോ? പറയണം, എനിക്കതറിയണം. എന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ മരിക്കുന്നവരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല. അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്. പല സ്ഥലത്തും അലഞ്ഞു. അവസാനം ഒരു പാറമടയിലെത്തി. അവിടെ പാറ പൊട്ടിക്കുന്ന ജോലി എനിക്ക് കിട്ടി. ചായ, പരിപ്പോട. എന്റെ പേര് പരിപ്പോടെന്നല്ല, അമ്മണിക്കുട്ടി എന്നാ. പിണങ്ങാ ഒരു ചായ താടി പെണ്ണേ. ഒരു ചായ എനിക്കും. ചായ വേണ്ടതല്ല, ഇങ്ങോട്ട് വാ. കടയെന്ന് കെട്ടി ചോന്നുകൊണ്ടിരുന്നതും പോരാ, നീയൊക്കെ ഇരിക്കുന്നിടത്തുകൊണ്ട് തരണം. വെറുതെ അല്ല, കാശ് കൊടുത്തിട്ടാ. ആ കാശ് എനിക്ക് വേണ്ടെങ്കിലോ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അമ്മണിക്കുട്ടി കച്ചവടത്തിന് വരുന്നതല്ല, ആ പേരും പറഞ്ഞേ വിക്രമനെ കാണാൻ വരുന്നതാ. അത് കടയിടച്ച് കണ്ടാ പോരെ? വിക്രമന്റെ താമസവും കിടപ്പും എല്ലാം കട തന്നെയല്ലേ? എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വെച്ച് കാണും, ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങൾക്ക് എന്താ നഷ്ടം? ഒരു വട ഇതാ. ഇന്ന് വട തിന്നണ്ട. അതെന്താ? തരാൻ മനസ്സില്ല. ഈ കണക്കിന് നീ കുഴയുമല്ലോടോ വിക്രമ. എന്തോന്ന് കുഴച്ചില്ലേ? ഈ വായാടി പെണ്ണിന് നീ എങ്ങനെ പൊറപ്പിക്കും? അത് കല്യാണം കഴിഞ്ഞല്ലേ, നല്ല ഇടി വെച്ചു കൊടുക്കും. എന്നെ ഇടിക്കോ? കല്യാണം കഴിഞ്ഞാ പിന്നെ ഇടിക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ ഇടിച്ചാ ഞാൻ ദേ ഇങ്ങനെ ഇടിക്കും. എന്ത് വേണം? എന്തു വേണമെന്ന് ചോദിച്ചാ തിന്നാൻ എന്തുണ്ട്? പുട്ടും പപ്പടം ഉണ്ട്. ഇന്നലത്തേതാണോ? അത് പിന്നും പറയാം. ശരി, തിന്നോളെ. പുട്ടും പഴം പോരട്ടെ? മര്യാദയോട് കാണിക്കുന്നു. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, കച്ചവടവും വേണ്ട, ഇറങ്ങി പോയാ മതി. നിന്നെ എടുത്തോളാം. ഏതാ താമസിക്കണ്ട, എടുത്തോളാ പറ്റി. അവന്മാരെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. പോട്ടെ, നാശങ്ങള്. കടയിൽ വെച്ച് വഴക്കുണ്ടായാൽ നമുക്കല്ലേ നാണക്കേട്. ഒരു കാര്യം എനിക്ക് പറയണം, അമ്മണിക്കുട്ടി എനിക്ക് കല്യാണം ചെയ്തു തരാൻ പറ്റുമല്ലയോ? ഇപ്പൊ അറിയണം. കല്യാണം ചെയ്തു തരാമെന്ന് ഞാൻ സമ്മതിച്ചതല്ലേ വിക്രമ? എങ്കിൽ അത് ഉടനെ വേണം. അമ്മണിക്കുട്ടി എനിക്കിങ്ങനെ കടയിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ പോയി ഒരു മുഹൂർത്തം കുറിപ്പിച്ചുകൊണ്ട് വാ, കല്യാണം നടത്തിയേക്കാം. ലഗ്നരാശിയിൽ വ്യാഴം 7-ലാണെങ്കിലും അഷ്ടമത്തിലെ ചൊവ്വയുടെ ദൃഷ്ടി ഉള്ളതിനാൽ ശുഭകാര്യങ്ങൾ വിഘ്നപ്പെടാനാണ് ന്യായം. അത് മാത്രവുമല്ല, ജാതകവശാൽ നമുക്കിപ്പോൾ കണ്ടകശനിയാണ്. ചൊവ്വയും ശനിയൊക്കെ അവന്റെ അമ്മയുടെ അങ്ങ് പോകാൻ പറ. ഈ ആഴ്ച നടത്താൻ ഒരു മുഹൂർത്തം കുറിച്ചെന്ന്. അതെങ്ങനെ കുറിക്കും? സമയം അനുകൂലമല്ലല്ലോ. ഇനി അനുകൂലമാവും നോക്ക്. നോക്കട്ടെ, ഒന്ന് പുനർചിന്തനം ചെയ്യാം. ഈ ആഴ്ച തന്നെ വേണമല്ലേ? പിന്നെ ശരി, വ്യാഴാഴ്ച രാവിലെ 9-നും 10-നും ഇടയ്ക്കുള്ള മുഹൂർത്തം ആയിക്കോട്ടെ.
ശശിധരൻ മാത്രം പിടിതരാതെ ഓടി രക്ഷപ്പെട്ടു. അവനെ കൂടെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് പോരാൻ സമ്മതിച്ചതും അതിനുവേണ്ടി മാത്രമായിരുന്നു. വിക്രമേട്ട, വത്സല, ക്ഷമിക്കണം. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ വെറുതെ സ്നേഹം ഭാവിച്ചെന്നേ ഉള്ളൂ. വിധി അനുവദിച്ചാൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് വീണ്ടും കാണാം. വട്ടെ. സാറേ, വലിയ മിടുക്കായി പോയി. ചുറ്റിനും പോലീസുകാരെ കാവൽ നിർത്തിക്കൊണ്ട് വേല ഇറക്കായിരുന്നല്ലേ? ഇങ്ങോട്ട് വേല ഇറക്കുമ്പോ അങ്ങോട്ടും വേല ഇറക്കില്ലേ മോശമില്ലേ വിക്രമ? ശരി, എന്റെ മുറി ഏതാ? പഴയ മുറി തന്നെ. നേരെ ചെല്ല്, പോ. ഉം. മോള് ധൈര്യം പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. സൗകര്യം കിട്ടിയ ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരാളിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നായിരിക്കും. എന്തായാലും അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു.